വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മളെല്ലാം അത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു സിലബസ് നമുക്കതിൽ കാണാം. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നമുക്കറിയാം, ആ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, സിവിൽ ഈ എല്ലാ ബ്രാഞ്ചസിലുമുള്ള വിദ്യാർത്ഥികൾ അത് എഴുതുന്നുണ്ട്. അപ്പം അതിനകത്തു നിന്നുള്ള എല്ലാ മോഡ്യൂൾസും നമുക്ക് കാണാം. ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ് ആ ഒരു സിലബസ്. അതിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ബേസിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ സിലബസിൽ പേര് ഇലക്ട്രോണിക്സ് ആണെങ്കിലും അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ വരുന്നുണ്ട്, ദെൻ മൈക്രോ കൺട്രോളർ ആ ഒരു സെക്ഷൻ വരുന്നുണ്ട്. സോ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിനകത്ത് നമുക്ക് പഠിക്കണം. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തേക്കുന്നത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്റേഴ്സ് ആണ്. അപ്പോൾ അത് നമ്മുടെ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അതായത് പാസീവ് കമ്പോണൻസ്, ആക്റ്റീവ് കമ്പോണൻസ്. അതിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്റ്റർ. അപ്പം ബേസിക് ആയിട്ട് ആ ഒരു ഹെഡിങ് മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്റർ, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ തന്നെ അത് പഠിക്കണം. എല്ലാം നമ്മൾ സ്കൂൾ ലെവൽ മുതൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇതെല്ലാം നമ്മൾ ബേസിക് നോളജ് നമുക്കുള്ളതാണ്. എല്ലാവർക്കും ഏത് ബ്രാഞ്ചസിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പഠിക്കുക. അതാണ് നമ്മൾ ഈ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്റ്റേഴ്സിൽ നിന്നും അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനകത്ത് അതിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻ. ദെൻ അതിൽ നിന്ന് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ഒരു സെമി കണ്ടക്ടർ ഡയോഡ് എന്താണെന്ന് പഠിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടേഴ്സിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ആ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്താണ്, ദെൻ ആ ഡയോഡിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതായത് സെനർ ഡയോഡ്, റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യുന്ന സെനർ ഡയോഡ്, ദെൻ LED, ഫോട്ടോ ഡയോഡ്, സോളാർ സെൽ, ഇതെല്ലാം നമ്മൾ പി എൻ ജംഗ്ഷൻ ഡിവൈസസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡയോഡ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പാസീവ് കമ്പോണൻസ് അതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് പഠിക്കാം. ദെൻ ആക്റ്റീവ് കമ്പോണൻസ് അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനില്ലെങ്കിലും ആക്റ്റീവ് കമ്പോണൻസ്, അതായത് ട്രാൻസിസ്റ്റർ, അതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ട്രാൻസിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിൻ്റെ കോൺഫിഗറേഷൻസും, അതായത് CB, CC, അങ്ങനെ അതിൻ്റെ ഒരു കമ്പാരിസൺ അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളൊരു ചോദ്യമാണ്, BJTയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും കാണും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കണം. കാരണം ആംപ്ലിഫയേഴ്സ് ഒക്കെ സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ബേസിക് നോളജ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ റെസിസ്റ്റർ, കപ്പാസിറ്റർ ഒരു യൂണിറ്റ് ആണെങ്കിൽ അടുത്ത സെമി കണ്ടക്ടർ ഡയോഡ്സ് അതൊരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. ദെൻ അതിനുശേഷം അടുത്ത യൂണിറ്റ് ആക്കേണ്ടത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ അത് നമ്മളത് എലക്ടീവ് കോഴ്സസ് ആയിട്ടൊക്കെ ഇലക്ട്രോണിക്സുകാർ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ ബാക്കി ബ്രാഞ്ച് ഇലക്ട്രിക്കലുകാരൊക്കെ അതൊരു മെയിൻ സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കുന്നതാണ്. അപ്പം ആ ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് വരുന്ന ഫംഗ്ഷൻ ജനറേറ്റർ, അതുപോലെ തന്നെ മൾട്ടിമീറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാംസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമ്മുടെ അടുത്ത യൂണിറ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാ ബ്രാഞ്ചസിലുള്ള ആൾക്കാർക്കും അറിയാവുന്ന കുറച്ച് കമ്മ്യൂണിക്കേഷൻ ടേംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് GPS എന്താണ്, GPRS എന്താണ്, ബ്ലൂടൂത്ത്, വൈഫൈ, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിനകത്ത് പല പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില ഫ്രീക്വൻസി വാല്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത യൂണിറ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വന്നു, ഇലക്ട്രോണിക്സ് വന്നു, ഇൻസ്ട്രുമെൻറ്റേഷൻ വന്നു. ദെൻ അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് കുറച്ച് പഴയ കാര്യങ്ങളാണ്. അതായത് സ്വിച്ചസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പഴയ ടോപ്പിക്സ് ആണ്. SPDT എന്താണ്, DPDT എന്താണ്, സെൻസർ എന്താണ്, റിലേ എന്താണ്, ഇതൊക്കെ കുറച്ച് പഴയ ടോപ്പിക് ആണെങ്കിലും അത് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൻ്റെ യൂസസും ടൈപ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ വരുന്നത് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷനിലേക്കാണ്. അതായത് ഒരു PA സിസ്റ്റം, പബ്ലിക് അഡ്രസ് സിസ്റ്റം. ആ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിനകത്ത് വരുന്ന
ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് ആംപ്ലിഫയർ. ദെൻ ലൗഡ് സ്പീക്കർ എന്താണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്ന ആ ഒരു സെക്ഷൻ, ഒരു PA സിസ്റ്റം, അതിനെ നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ദെൻ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 8085 പ്രോസസ്സറിനെ കുറിച്ചാണ്. അത് നമുക്ക് മൈക്രോ കൺട്രോളറിനെ കുറിച്ച് ആണ് ലാസ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കണം. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 8085 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോകുന്നത്. അപ്പം ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിക്കുക. ഇന്ന യൂണിറ്റ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. LED സെമി കണ്ടക്ടേഴ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് LED. അപ്പോൾ അങ്ങനെ LED കുറിച്ച് ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന LED ഏത് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറച്ച് ഡെപ്തിൽ നോക്കേണ്ട ചില കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വേണം ഈ ഒരു സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഏണസ്റ്റ് അക്കാഡമിയുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, അതും വിദഗ്ധരായിട്ടുള്ള അധ്യാപകർ കൈകാര്യം ചെയ്തിട്ടുള്ള ക്ലാസ്സസ്, അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഈ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.